ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു തവ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇതൊന്നായി വരുമ്പോൾ ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 1/4 കപ്പ് ക്യാബേജ് നീളത്തിൽ ചെറുതായി അരിഞ്ഞത്, അതും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ബണ്ണ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ബണ്ണെടുത്ത് ഇങ്ങനെ സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴത്തെ പാർട്ട് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീസ് എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മസാല എല്ലാം ഫില്ലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മറ്റേ ഭാഗം കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ബർഗർ എടുത്തിട്ട് ജസ്റ്റ് ഇതിലൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ തവ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന തവ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് തന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്